Hi friends, welcome to my college programs. So നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് അല്ലേ? കേട്ടിട്ടില്ല, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ അല്ലെ? എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഓക്കെ, ജീന സെഡ്. ഓക്കെ, അതിൽ നമുക്കിന്ന് പഠിക്കാനുള്ളത് ഡയറക്റ്റ് സ്പീച്ച്, റിപ്പോർട്ടിംഗ് പാർട്ട്, റിപ്പോർട്ടിംഗ് വേർബ്, ഇൻഡയറക്റ്റ് സ്പീച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരു എക്സാമ്പിൾ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജീന സെഡ് എന്ന് വെച്ചാൽ ജീന പറഞ്ഞു. എന്താ ജീന പറഞ്ഞത്? ജീന സെഡ് കോമ, എപ്പോഴും റിപ്പോർട്ടഡ് സ്പീച്ച് ഇങ്ങനെ ആയിരിക്കും തരിക. ദെൻ ഇൻവെർട്ടഡ് കോമ സ്റ്റാർട്ട് ചെയ്തു. ഐ ആം ലേണിംഗ് ഹിന്ദി നൗ. ഐ ആം അല്ലെങ്കിൽ ഐ. ഓക്കെ, ഐ ആം ലേണിംഗ് ഹിന്ദി നൗ. ഓക്കെ, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഇതൊരു സെന്റൻസ് ആണ്. ജീന സെഡ് ഐ ആം ലേണിംഗ് ഹിന്ദി നൗ. ജീന ഇപ്പോൾ എന്താണ്? ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് എന്താക്കണം? നമുക്കിതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാനിപ്പോൾ പറയാണ്, ഞാനിപ്പോൾ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറയാമെന്ന് കരുതുക. ഓക്കെ, എക്സാമ്പിൾ എൻ്റെ ഒരു ഫ്രണ്ട് നിഷയോട് ഞാൻ പറയുകയാണ്, ഞാനിപ്പം ഐ ആം ലേണിംഗ് ഹിന്ദി നൗ. ഓക്കെ, നിഷ എന്ത് ചെയ്യുന്നു? നിഷ അത് വേറൊരാളോട്, ഓക്കെ, ഇപ്പം ചിലപ്പം എൻ്റെ അമ്മേനോട് നിഷ, അപ്പം അമ്മ എന്താ ചോദിക്കുകയാണ്, അവൾ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ നിഷ എന്ത് ചെയ്യണം? അമ്മയോട് പറയാണ് അവൾ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓക്കെ, എന്ന് പറഞ്ഞു എന്നുള്ളത്. അപ്പം അതിനെന്താണ്? അത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. ഒരാൾ പറഞ്ഞ കാര്യം വേറൊരാൾ എന്ത് ചെയ്യുക? അയാൾ പറഞ്ഞു എന്ന രീതിയിൽ മറ്റൊരാളോട് അവതരിപ്പിക്കുക. തേർഡ് പാർട്ടീൻ്റെ അടുത്ത് ആ മെസ്സേജ് കൺവേ ചെയ്യുന്നതിനാണ് നമ്മൾ ഇന്ന് പറയുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞതാണ് എന്ത്? ജീന സെഡ്, അല്ലെങ്കിൽ ഓക്കെ ജീന പറഞ്ഞതാണ് എന്ത്? ഐ ആം ലേണിംഗ് ഹിന്ദി നൗ. അപ്പോൾ അതെന്താണ്? ജീന പറഞ്ഞു എന്ന രീതിക്ക് നമുക്കതിനെ എന്താണ്? കൺവേർട്ട് ചെയ്യണം. ഓക്കെ, തേർഡ് പാർട്ടീൻ്റെ അടുത്തേക്ക് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെ ചെയ്യാം? അപ്പോൾ എന്താണ്? ജീന സെഡ്. അപ്പോൾ ആരാ പറഞ്ഞത് ജീന തന്നെയാണ്. എന്താ ജീന പറഞ്ഞത്? ജീന ഇന്നത്തെ ഈ കാര്യം പറഞ്ഞു എന്ന് പറയണം. അപ്പം ജീനയാണ് പറഞ്ഞത് ഐ ആം ലേണിംഗ് ഹിന്ദി നൗ. അപ്പോൾ ജീനയാണ് ഇവിടെ ഐ ആം എന്ന് പറയുന്നത്. നമ്മൾ വേറൊരാൾ അത് പറയുമ്പം ഐ ആം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ജീന പറഞ്ഞതായിട്ടേ പറയാൻ പറ്റൂ. അപ്പോൾ എന്താ ജീന സെഡ്, അവിടെ എന്ത് വരും? ദാറ്റ്. അവിടെ ദാറ്റ് എന്ന് പറഞ്ഞൊരു എന്ത് വരും? വേർബ് വരുന്നു. ഓക്കെ, ജീന സെഡ് ദാറ്റ്. എന്താണ്? ജീന എന്നുള്ള തേർഡ് പാർട്ടി പേഴ്സൺ ആക്കുമ്പോഴേക്ക് എന്ത് വരും? ഷീ ആവും അല്ലെ? പെൺകുട്ടി ആകുമ്പോൾ ഷീ എന്താണ്? ഇത് പാസ്റ്റ് ടെൻസിലാണ് പറയുക. അപ്പോൾ ഷീ വാസ് അല്ലെ? ഷീ വാസ് എന്ന് വരും. പാസ്റ്റ് ടെൻസിലേക്കാണ് എപ്പോഴും റിപ്പോർട്ടഡ് സ്പീച്ച് കൺവേർട്ട് ചെയ്യുക. ഷീ വാസ് ലേണിംഗ് ഹിന്ദി അല്ലെ? എന്താണ്? ഹിന്ദിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഷീ വാസ് ലേണിംഗ് ഹിന്ദി. ഓക്കെ, ഹിന്ദി നൗ. നൗ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. അത് പാസ്റ്റ് എന്താ? ദെൻ. ഓക്കെ, അപ്പൊ എന്താവും? ഇങ്ങനെ മാറും. ജീന പറഞ്ഞു എന്നുള്ള കാര്യം. ഓക്കെ, ഇതിൽ നമുക്ക് ഇൻവെർട്ടഡ് കോമേൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതായത് ജീന പറയാണ് ഐ ആം ലേണിംഗ് ഹിന്ദി നൗ. അതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ജീന പറഞ്ഞു എന്ന രീതിക്ക് വരുന്ന സമയത്ത് ജീന സെഡ്, ഇവിടെ എന്ത് വരും? ഒരു വേർബ് വരുന്നു, ദാറ്റ്. ഓക്കെ, എന്താണെന്നുള്ളത് ഫോഴ്സ് ചെയ്യാം. ജീന സെഡ് ദാറ്റ് ഷീ വാസ് ലേണിംഗ് ഹിന്ദി നൗ എന്നുള്ളത് പാസ്റ്റ് ആകുമ്പോൾ ദെൻ. ഓക്കെ, അങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാം. അതൊരു എന്താണ്? ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ദ വേർഡ്സ് ഓഫ് ദ സ്പീക്കർ ആർ റിപ്പോർട്ടഡ് വിത്തൗട്ട് യൂസിങ് ഹിസ് ഹെർ എക്സാക്ട് വേർഡ്സ്. ദാറ്റ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലേ? അതായത് ഒരു സ്പീക്കർ പറയുന്ന അയാളുടെ ഭാഷയിൽ പറയുമ്പം അവരെന്ത് ചെയ്യും? ഹിസ്സോ ഹെറോ എന്നല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഹിസ് അല്ലെ ഹെർ എന്നല്ല ഷീ എന്ന ടേമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സാക്ട് വേർഡ്സ് യൂസ് ചെയ്യില്ല. അപ്പോൾ ഇത് അങ്ങനത്തെ വാക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിപ്പോർട്ടഡ് സ്പീച്ച്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ വിത്തൗട്ട് യൂസിങ് ദ എക്സാക്ട് വേർഡ്സ് ഓഫ് ഹിസ് ഓർ ഹെർ അല്ലേ? അത് യൂസ് ചെയ്യാതെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ഇൻ ഇൻഡയറക്റ്റ് സ്പീച്ച് the words of the speaker are enclosed within the quotation marks. Then എന്താണ്? ചേഞ്ചിങ് ഡയറക്റ്റ് സ്പീച്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അടുത്ത നോക്കാൻ പോകുന്നത് ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? When a direct speech is converted into indirect speech, there are occurs ഒരു ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റും. ഡയറക്റ്റ് സ്പീച്ച് എപ്പോഴും എന്തായിരിക്കും?
സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ എന്ത് സിമ്പിൾ പാസ്റ്റിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക കേട്ടോ. അതായത് ഡയറക്റ്റ് സ്പീച്ച് എപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും, അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് അത് സിമ്പിൾ പാസ്റ്റിലായിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക. ദേ ആർ ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. In direct speech, the speaker's words are exactly repeated as he or she has said and are enclosed within the quotation marks. In indirect speech, there are two parts, the reporting part and the speech part. The verb that precedes that speech part is known as reporting verb, that most commonly using. അതായത് രണ്ട് പാർട്ട് ഉണ്ടാവും എപ്പോഴും ഡയറക്റ്റ് സ്പീച്ചിന്. ഏതൊക്കെയാണ് രണ്ട് പാർട്ട് എന്ന് പറയുന്നത്? ഒന്ന് റിപ്പോർട്ടിംഗ് പാർട്ടും ഒന്ന് സ്പീച്ച് പാർട്ടും എന്നാണ് പറയുന്നത്. അതായത് ജീന സെഡ്, ഓക്കെ, ജീന സെഡ് എന്നുള്ളത് ഇതിപ്പം ഡയറക്റ്റ് ഇതിൽ രണ്ട് പാർട്ട് എന്നാണ് പറയുക, ഡയറക്റ്റ് പാർട്ട് ആൻഡ് ഇൻഡയറക്റ്റ് പാർട്ട്. ജീന സെഡ് എന്ന് പറയുന്ന ഈ ഭാഗം എന്താണ്? ഇതാണ് നമുക്ക് പറയുന്നത്, സോറി ഡയറക്റ്റ് പാർട്ട് അല്ല, എന്ത് പാർട്ട് എന്ന് പറയുന്നത്? ജീന സെഡ് എന്ന് പറയുന്ന ഈ ഭാഗമാണ് എന്ത്? ഇതാണ് റിപ്പോർട്ടിംഗ് പാർട്ട്. റിപ്പോർട്ടിംഗ് പാർട്ട് എന്ന് പറയും അല്ലേ. ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? ജീനയാണ്. അപ്പോൾ ജീന എന്ന് പറയുന്ന ഈ പോർഷനാണ് റിപ്പോർട്ടിംഗ് പാർട്ട്. ബാക്കി ഈ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് പറയുന്നത്? സ്പീച്ച് പാർട്ട് അല്ലേ, എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം. അപ്പം എപ്പോഴും ഡയറക്റ്റ് സ്പീച്ചിന് ടു പാർട്സ് ആയിരിക്കും ഉണ്ടാവുക, റിപ്പോർട്ടിംഗ് പാർട്ട് ആൻഡ് ദ റിമൈനിങ് ഈസ് സ്പീച്ച് പാർട്ട്. ഓക്കെ, കോമൺലി നമ്മൾ അതേപോലെ മോസ്റ്റ് കോമൺലി യൂസിങ് റിപ്പോർട്ടിംഗ് വേർബ്സ്, റിപ്പോർട്ടിംഗ് വേർബിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ എപ്പോഴും റിപ്പോർട്ടിംഗ് ഈ ടേമിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റുമ്പോഴേക്ക് എപ്പോഴും മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ടേമാണ് ഒന്ന് സെഡ് അല്ലെ, പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ലേ പറയാം, ഒന്ന് സെഡ് അല്ലെങ്കിൽ ടോൾഡ്. ഓക്കെ, സെഡോ ടോൾഡോ എന്ന് പറഞ്ഞ രണ്ട് വേർഡാണ് നമ്മളതിൽ യൂസ് ചെയ്യുക. ദെൻ എന്താ നമുക്ക് നോക്കാനുള്ളത്? ചേഞ്ചിങ് ദ വേർബ് ഫോം, അതായത് ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ വേർബിൽ വരുന്ന മാറ്റം. നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. പ്രസന്റ് നമ്മൾ ടെൻസസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ അതിനെന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ വാക്കത്തിൻ്റെ പാസ്റ്റിലേക്ക് ഇൻഡയറക്റ്റ് ആകുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക്. സിമ്പിൾ പാസ്റ്റിനെ എന്ത് ചെയ്യണം? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഇപ്പം നമ്മളെ ഡയറക്റ്റ് സ്പീച്ച് എന്ന് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളിനെ പ്രസൻറ്റിനെയൊക്കെ പാസ്റ്റിലേക്ക് ആക്കണം എന്ന് വെച്ചു. ഇപ്പോൾ ഡയറക്റ്റ് സ്പീച്ച് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിലോ അതിനെന്തിലേക്ക്? അതിന് നെക്സ്റ്റ് ഫോം, അതായത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക്. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ കണ്ടീഷണൽ, ആ രീതിക്കാണ് മാറുക. ദെൻ അതിൽ വരുന്ന യൂസിങ് ഫ്രെയിംസ് ആണ്. ഐ എന്നുള്ളതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പം ഹി ഓർ ഷീ എന്ന് യൂസ് ചെയ്യും. വി എന്നുള്ളത് ദേ, അത് ബൈഹാർട്ട് പഠിക്കുക കേട്ടോ, എന്നാലും നിങ്ങൾക്ക് അത് എന്താണ് അതിൻ്റെ അത് വരിക എന്നറിയാം. അതിനെ ഹി ഓർ ഷീ എന്ന് മാറ്റും. വി ആണെങ്കിൽ ദേ എന്ന് കൺവേർട്ട് ചെയ്യും. മീ ആണെങ്കിൽ ഹിം ഓർ ഹെർ. മൈ ആണെങ്കിൽ ഹിസ് ഓർ ഹെർ. യു ആണെങ്കിൽ ഹി ഷീ ഐ. ദെൻ അസ് ആണെങ്കിൽ ദം. ഓക്കെ, ദെൻ എന്താണ്? ദെൻ ആണെങ്കിൽ കുറേ തന്നിട്ടുണ്ട് നമുക്ക് ടേബിൾ അതേപോലെ പഠിക്കുക നിങ്ങൾ. ദെന്നിനെ നൗ ആണെങ്കിൽ ദെൻ, ഹിയർ ആണെങ്കിൽ ദർ, ദീസ് ആണെങ്കിൽ ദോസ്, ദിസ് ആണെങ്കിൽ ദാറ്റ്, ദസ് ആണെങ്കിൽ സോ, യെസ്റ്റർഡേ ആണെങ്കിൽ പ്രീവിയസ് ഡേ അല്ലേ. യെസ്റ്റർഡേ എന്നാണ് തന്നെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? യെസ്റ്റർഡേ എന്നുള്ളതിനെ പ്രീവിയസ് ഡേ എന്നുള്ള രീതിക്കാണ് മാറ്റുക, അല്ലെങ്കിൽ ദ ഡേ ബിഫോർ. ഓക്കെ, എഗോ എന്നാണെങ്കിൽ ബിഫോർ, ടുഡേ ദാറ്റ് ഡേ, ടുമോറോ നെക്സ്റ്റ് ഡേ, അറ്റ് വൺസ് ജസ്റ്റ് ദാൻ, ടു നൈറ്റ് ദാറ്റ് നൈറ്റ്. ഓക്കെ, അപ്പോൾ അത്രയും ടേംസ് ഉണ്ട്, അതുപോലെ പഠിക്കാം. പിന്നെ എന്താണ് നെക്സ്റ്റ് നോക്കുന്നത്? റിപ്പോർട്ടിംഗ് ടു അസർട്ടീവ് സെൻറ്റൻസ്. നമ്മൾ പറഞ്ഞു സെൻറ്റൻസസ് അല്ലേ, 4 ടൈപ്പ് ഓഫ് സെൻറ്റൻസ്, അസർട്ടീവ്, അതേപോലെ ഇമ്പറാക്റ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ്, അങ്ങനെ 4 സെൻറ്റൻസസിൻ്റെ ക്ലാസ് പഠിച്ചു. ഇതിൽ നമുക്ക് അസർട്ടീവ് സെൻറ്റൻസസിൻ്റെ റിപ്പോർട്ടിംഗ് ചെയ്യുന്നതാണെങ്കിൽ എങ്ങനെയാണ്? അതിൻ്റെ കുറച്ച് കണ്ടീഷൻസ് എന്താണ്? If the reporting verb is in the present or future tense, the tense of the speech part remains unchanged. അതായത് അസർട്ടീവ് സെൻറ്റൻസസ് ആണ് തന്നെങ്കിൽ അതിൽ നമുക്ക് തരുന്നത് പ്രസൻറ്റ് ടെൻസിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലോ ഉള്ള സെൻറ്റൻസസ് ആണെങ്കിൽ അതിൻ്റെ സ്പീച്ച് പാർട്ട് എന്തായിരിക്കും? അത് മാറ്റേണ്ട കാര്യമല്ല. എക്സാമ്പിൾ, ബെൻ സേസ് ഐ ആം ഡൂയിങ് വെൽ. ഓക്കെ,
അതൊരു അസർട്ടീവ് സെന്റൻസസ് ആണ്. അപ്പോൾ അതിന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്താണ്, അതിന്റെ സ്പീച്ചിങ് പാർട്ട് ഐ എം ഡൂയിങ് വെൽ എന്നുള്ളത് മാറ്റണം അല്ലേ? ഡൂയിങ് വെൽ എന്നുള്ളത് കൺവേർട്ട് ചെയ്യേണ്ടത്, അതായത്